കാരണം എങ്ങനെങ്കിലും സർക്കാർ ജോലി കിട്ടി, അതിൽ കിട്ടിയത് കിട്ടി, വലിയ മാളത്തിൽ അങ്ങ് വീണിക്കണ്. അത് പറഞ്ഞാൽ പോരാ, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇതിന് പറയണം. വാട്ട് ഈസ് ദ ഇൻസ്പിരേഷൻ ഫാക്ടർ എന്നാ ചോദിച്ചിട്ടുള്ളത്. യുവർ ഇൻസ്പിരേഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താ നിങ്ങളുടെ ഇൻസ്പിരേഷൻ ഈ ജോലിക്ക് വരാൻ കാരണം? ഉണ്ടാകും, പണ്ടില്ലെങ്കിൽ ഇപ്പം ഉണ്ടായിട്ടുണ്ടാവും. ടീച്ചിങ് ഈസ് എ ഗുഡ് ജോബ്. അതാണ് പാഷൻ എന്ന് പറയപ്പെടുന്ന സാധനം. പാഷൻ ഉണ്ടോ നിങ്ങൾക്ക് സർക്കാരിൽ ഏറ്റവും നല്ല ടീച്ചറാകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 10% കൃത്യമായിട്ട് കൊടുത്തു. വരാൻ പോകുന്ന ഇന്റർവ്യൂ നിങ്ങൾ എങ്ങനെ നേരിടാ പറ കോൺഫിഡൻസോടെ. നിങ്ങൾ പറഞ്ഞു എനിക്കുറപ്പുണ്ട് ഇപ്രാവശ്യത്തെ ഷോർട്ടിൽ നിങ്ങളുടെ ലിസ്റ്റ് ഇടുന്ന സമയത്ത് അതിന് ആദ്യ റാങ്കിൽ ആരാണുള്ളത്? പറ, നിങ്ങളാണ്. ഈ ഭാഗവും നിങ്ങൾ ടാപ്പ് ചെയ്യാന്ന് പറയാ. ഇതുപോലെ എല്ലാവരും ടാപ്പ് ചെയ്യും. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും പവർഫുൾ ആക്കാൻ, നിങ്ങളുടെ സങ്കടത്തെ കുറക്കാൻ, നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങളെ കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ 2 സമയമെങ്കിലും കണ്ണടച്ചുകൊണ്ട് നിന്നുകൊണ്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ആ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു അഫർമേഷൻ കൊടുക്കുകയാണ്. ആ അഫർമേഷൻ്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറഞ്ഞതുപോലെ ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഇവിടെ 1 ഇയർ കോച്ചിങ് ചെയ്ത് അതിനുശേഷം ഇവിടുത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ എഫക്റ്റീവായിരുന്നു. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് ഈ ഇൻ്റർവ്യൂ എന്ന ട്രെയിനിങ്ങിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ മറ്റൊരു നേട്ടമാണ്. അപ്പം ഇതിന് വരുന്നതിന് മുന്നേയും ശേഷം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ മുന്നേ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, ഒരു ഓവറോൾ ഐഡിയ, നമുക്ക് എന്തൊക്കെ എഴുതണം അല്ലെങ്കിൽ എങ്ങനത്തെ പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ തോന്നുന്നു. ഞാനിവിടെ ക്രാഷിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ക്രാഷിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പിന്നെ ULP UPൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ 2015 B.Ed കഴിഞ്ഞത്. എനിക്ക് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിന് ടീച്ചിങ് മാനുവലിനെ കുറിച്ചൊക്കെ മറന്നു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയാണ് ഈ ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഈ 2 ദിവസത്തെ ഈ ക്യാമ്പിന് വന്നിട്ട് എനിക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എനിക്കത് പിന്നെ ഈ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ വരാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയതൊക്കെ നല്ല അനുഭവം തന്നെയായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ബയോഡാറ്റ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു ക്ലാസ് തന്നെയാണ് കിട്ടിയത്. നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. എൻ്റെ പേര് മൻസൂർ. ഞാൻ പെരിന്തൽമണ്ണ ACEലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയൊരു PSC ആണ്. അപ്പം
പഠനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 10 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നല്ല കൺഫ്യൂഷനുള്ള സമയത്താണ് ഞാൻ എയ്സിലേക്ക് വരുന്നതും അവിടെ ചിട്ടയായ പഠനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് LPയിലും UPയിലും റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞു. അതിന് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നറിഞ്ഞ് ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ക്ലാസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വഴി ഇവിടെ അറിഞ്ഞ് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു പോലുമില്ല, ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇപ്പം നല്ല കോൺഫിഡൻസോടു കൂടി ഏറ്റവും ഉയർന്നൊരു മാർക്ക് നേടാം എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോണത്. അപ്പോൾ നല്ല ക്ലാസ്സുകളായിരുന്നു. എയ്സിനും ഇതിൻ്റെ എല്ലാ സ്റ്റാഫിനും ഒരുപാട് നന്ദി. ഞങ്ങളെ ഈ നല്ല രീതിയിൽ പഠിപ്പിച്ച എയ്സിൻ്റെ എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദി. ആദ്യം തന്നെ നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എയ്സിലെ സ്റ്റുഡൻ്റാണ്, 2022 ജോയിൻ ചെയ്തതാണ്. പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ നമുക്കിപ്പോൾ ഈ PSCB എന്ന് പറയുമ്പോൾ തന്നെ ജോലി കിട്ടുക പറയുമ്പോൾ ഓരോ സ്റ്റേജുകളുണ്ടല്ലോ. അപ്പോൾ ആദ്യം എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അതിനേറെ ഞാനിവിടെ ഇന്നലെ കയറി വരുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതിയതിനേക്കാൾ ടെൻഷനായിരുന്നു ഇന്നലെ ഇവിടെ കയറി വരാൻ. കാരണം ഇൻ്റർവ്യൂ എങ്ങനെയാവും, നമ്മളെ കൊണ്ട് പറ്റുമോ, എങ്ങനെയുള്ള ഒരു ധാരണയുണ്ടല്ലോ. പക്ഷേ ഇന്ന് ഞാൻ ഉറപ്പിച്ച് 100%, 101% ഞാൻ പറയുന്നു, കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത്. അത്രയും നല്ല ക്ലാസ്സുകളാണ് ഇന്നലെ ശിവരാജൻ സാർ, അതുപോലെ സഫറുള്ള സാർ, ഇന്ന് ഖാദർ സാർ, ഇവരൊക്കെ അത്രയും നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ തന്നിട്ടുള്ളത്. നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് ഇൻ്റർവ്യൂവിൽ നേടാൻ കഴിയും. അതുവഴി നമുക്ക് മുകളിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ തന്നെ ഒരു സ്ഥാനം കിട്ടും എന്നുള്ളത് 100% ഉറപ്പിൽ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. എയ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ LPയിലും UPയിലും മെയിൻ ലിസ്റ്റിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇൻ്റർവ്യൂ അറിഞ്ഞത്. ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു കോൺഫിഡൻ്റായി, ഏകദേശം നമ്മളെ കൊണ്ട് കഴിയും നല്ല രീതിയിലും അതിൻ്റെ ഒരു കോൺഫിഡൻറ്റും ഉയർച്ചയും ഇവിടുന്ന് അധ്യാപകർ തന്നിട്ടുണ്ട്.